ഓം ശ്രീ സായിരാം. ജ്യോതിർധ്യാനം. ഭഗവാൻ ബാബ അരുളിയതാണ് ജ്യോതിർധ്യാനം. ചിട്ടയായി നിത്യവും ഇത് പരിശീലിച്ചാൽ ഓർമ്മശക്തി വർദ്ധിക്കും. സദാ പ്രസന്നത നിലനിർത്തുവാനും മധുരമായി സംസാരിക്കുവാനും സാധിക്കും. ആയുരാരോഗ്യ സൗഖ്യം ഈ ധ്യാനത്തിലൂടെ ലഭിക്കും. മുന്നിൽ മിഴികൾക്ക് നേരെ വരത്തക്ക വിധം ഒരു ദീപം കൊളുത്തി വയ്ക്കുക. അതിന് ഒരു നാളം മാത്രം മതി. സുഖവും സ്വസ്ഥവുമായി ഇരിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കണം. ശരീരം മുഴുവനും അയച്ചിടുക. ഇപ്പോൾ ശരീരം പരിപൂർണമായും വിശ്രമത്തിലാണ്. മുഖം, തോൾ, മാറ്, കൈകാലുകൾ എല്ലാം വിശ്രമിക്കുന്നതായി ഭാവന ചെയ്യൂ. നേരിയ പുഞ്ചിരിയോടെ ഇരിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക. അതുപോലെ ദീർഘമായി വിടുക. ശ്വാസം എടുക്കുമ്പോൾ സോ എന്നും വിടുമ്പോൾ ഹം എന്നുമുള്ള നാദത്തെ ശ്രദ്ധിക്കൂ. അതായത് സോഹം, ഞാൻ അവൻ തന്നെ എന്ന അർത്ഥം. ഞാൻ ഈശ്വരൻ തന്നെ. എന്നുള്ളിൽ ഉള്ളത് ഈശ്വരൻ തന്നെ. ശ്വാസമെടുക്കുമ്പോൾ സ്നേഹം, കാരുണ്യം, പവിത്രത എന്നിവ മനസ്സിൽ നിറയുന്നതായി ഭാവന ചെയ്യൂ. ശ്വാസം വിടുമ്പോൾ കാമം, കോപം, വെറുപ്പ്, രോഗാദി ക്ലേശങ്ങൾ എന്നിവ പുറത്തേക്ക് പോകുന്നതായി സങ്കൽപ്പിക്കുക. ഇനി നാളത്തിൽ മാത്രം ശ്രദ്ധയോടെ നോക്കിയിരിക്കൂ. അത് പ്രേമജ്യോതിയാണ്, ജ്ഞാനജ്യോതിയാണ്. ഇനി മെല്ലെ മിഴികൾ അടയ്ക്കുക. ഇത്രയും നേരം കണ്ട ആ ദീപജ്വാല ഹൃദയഭാഗത്ത് ഭാവന ചെയ്യൂ. മനോഹരമായ ഒരു താമര ഹൃദയത്തിൽ സങ്കൽപ്പിക്കൂ. ജ്യോതിസ്പർശനത്തോടെ ആ താമരയുടെ ദളങ്ങൾ ഓരോന്നായി മെല്ലെ മെല്ലെ വിടരുകയാണ്. ഇപ്പോൾ ഹൃദയപുഷ്പം മുഴുവനും ആ പ്രകാശം കൊണ്ട്, കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ ജ്യോതിമധ്യത്തിൽ ഇഷ്ടദേവന്റെ ഇഷ്ടരൂപം ഭാവന ചെയ്യൂ. ഇഷ്ടദേവനിൽ നിന്ന് കാരുണ്യവും ശുദ്ധപ്രേമവും എങ്ങും പ്രസരിക്കുന്നതായി കാണുക. ഇനി ആ ജ്യോതി മെല്ലെ മുകളിലേക്കുയരട്ടെ. വായിൽ
നാവിൽ ആ ജ്യോതിയെ ഭാവന ചെയ്യൂ. ഇപ്പോൾ നാവിലും വായിലും ജ്യോതിപ്രകാശം നിറഞ്ഞിരിക്കുകയാണ്. നാവ് പരമപവിത്രമായി. ഇനി ഈശ്വരകാര്യങ്ങളെ ഈ നാവ് കൊണ്ട് പറയൂ. മധുരമായേ സംസാരിക്കൂ. സാത്വിക ആഹാരമേ ഇനി കഴിക്കൂ. ഇനി മെല്ലെ ആ ജ്യോതി ഇരുനാസികകളെയും സ്പർശിക്കുകയാണ്. അവിടെ നിന്നും ജ്യോതി ഇരുമിഴികളിലേക്കും മെല്ലെ കടക്കുന്നു. മിഴികളിൽ ആ ജ്യോതി നിറഞ്ഞു. ഇനി കണ്ണുകൾ കൊണ്ട് നല്ലതേ കാണൂ, ദിവ്യതയെ കാണൂ. ഇനി കാതുകളിലേക്ക് ആ ദിവ്യജ്യോതി പ്രവേശിക്കുകയാണ്. ഇപ്പോൾ കാതുകൾ രണ്ടും ദിവ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നല്ലതേ കേൾക്കൂ. മറ്റൊരാളുടെ കുറ്റം കേൾക്കാൻ ഒരിക്കലും താല്പര്യമുണ്ടാകില്ല. ഈശ്വരനാമം കേൾക്കാൻ മാത്രമാണ് കാതുകൾ. ജ്യോതി ഇനി മെല്ലെ ശിരസിലേക്ക് പ്രവേശിക്കുന്നത് സങ്കല്പിക്കൂ. ശിരസ് മുഴുവനും ഇപ്പോൾ ജ്യോതിപ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി പരമപവിത്രങ്ങളായ ചിന്തകളെ നമ്മുടെ തലയിൽ ഉദിക്കുകയുള്ളൂ. ഇനി ശുഭചിന്തകളെ ഉയരൂ. ജ്യോതി ഇനി തോളിലൂടെ, കൈത്തണ്ടകളിലൂടെ, കൈപ്പത്തികളിലൂടെ, വിരലുകളിലൂടെ സഞ്ചരിക്കുകയാണ്. ഇരുകൈകളും ഇപ്പോൾ പ്രകാശമാനമാണ്. പവിത്രമായ ഈ കരങ്ങൾ ഇനി സേവനത്തിന് മാത്രമുള്ളതാണ്. കണ്ണീരൊപ്പാനും സഹായിക്കാനും മാത്രമുള്ളതാണ്. ജ്യോതി ഇനി മാറിലൂടെ, ഉദരത്തിലൂടെ മെല്ലെ നീങ്ങുന്നു. അവിടെയെല്ലാം പരമപവിത്രമാകുന്നു. രോഗാദിക്ലേശങ്ങൾ അകലുന്നു. ആരോഗ്യം വീണ്ടും കിട്ടുന്നു. ജ്യോതി ഇനി ഇരുതുടകളിലൂടെ, കാൽമുട്ടുകളിലൂടെ സഞ്ചരിച്ച് പാദങ്ങളിലും കാൽവിരലുകളിലും സ്പർശിക്കുന്നു. ഇനി പാദങ്ങൾ പവിത്രമായ സ്ഥലങ്ങളിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. സേവനകാര്യങ്ങൾക്കായി മാത്രമേ യാത്ര ചെയ്യൂ. ജ്യോതിമെല്ലെ നട്ടെല്ലിലൂടെ സഞ്ചരിച്ച് അവിടെ മുഴുവനും പ്രകാശമാനമാക്കുന്നു. ബലവത്താക്കുന്നു, അരോഗമാക്കുന്നു. ജ്യോതി ഹൃദയത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇപ്പോൾ ശരീരം മുഴുവനും ജ്യോതിപ്രകാശത്താൽ കുളിച്ചിരിക്കുകയാണ്. ഓരോ കോശങ്ങളും പ്രകാശം കൊണ്ട് തുടിക്കുകയാണ്. ഇപ്പോൾ ജ്യോതി എന്നിലാണ്. ഞാൻ ജ്യോതിസ്വരൂപമാണ്. എന്നിൽ നിന്നും ആ ജ്യോതിപ്രകാശം പുറത്തേക്കൊഴുകാൻ തുടങ്ങുന്നു.
ആ ജ്യോതി മാതാപിതാക്കളെ, സ്വന്തക്കാരെ, ബന്ധുക്കളെ സ്പർശിച്ച് സന്തുഷ്ടരാക്കുന്നത് ഭാവന ചെയ്യൂ. പിന്നീട് ജ്യോതി സുഹൃത്തുക്കളെ, വേണ്ടപ്പെട്ടവരെ, ആരോടെങ്കിലും അതൃപ്തിയുണ്ടെങ്കിൽ അവരെയും, എന്തിന് സമസ്ത ചരാചരങ്ങളെയും പ്രകാശിപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു, സന്തുഷ്ടരാക്കുന്നു. ജ്യോതിപ്രകാശം വികസിച്ച് വികസിച്ച് ഗ്രാമത്തെ, നഗരത്തെ, രാജ്യത്തെ, വനമേഖലകളെ, മാമലകളെ, നദികളെ, സാഗരങ്ങളെ പ്രകാശമാനമാക്കുന്നു. ലോകത്തെ മുഴുവനും പ്രകാശമാനമാക്കുന്നു. എല്ലായിടത്തും പ്രേമവും പ്രകാശവും നിറയുന്നു. ഞാനിപ്പോൾ പ്രകാശത്തിലാണ്. ഞാൻ പ്രകാശമാണ്. ഞാൻ ആനന്ദസ്വരൂപമാണ്. ഞാൻ സച്ചിദാനന്ദമാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി കൈകൾ തൊഴുതു പിടിക്കുക. ഇരു കൈകളും കൂട്ടി മെല്ലെ തിരുമുക. കൈത്തലം കൊണ്ട് മിഴികളെ സ്പർശിക്കുക. മെല്ലെ മിഴികൾ തുറക്കുക. ഹൃദയത്തിൽ എപ്പോഴും ഈ പ്രകാശം നിറഞ്ഞു നിൽക്കട്ടെ. ഈ ദിനം സന്തുഷ്ടിയോടുകൂടി നമുക്കാരംഭിക്കാം. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോക സുഖിനോ ഭവന്തു.